ഹലോ, എല്ലാവർക്കും ഇന്റർവൽ ടാലന്റ് ബൂസ്റ്റ് എക്സാം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ മാത്സിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. ഫസ്റ്റ് പാർട്ടിന്റെ കുട്ടികൾ ഫുൾ പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. അപ്പൊ അതിലേക്ക് കുറച്ച് ടോപ്പിക്സും കൂടെ തന്നെ നിങ്ങളൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ആൾ ആരാണെന്ന് പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളൊരു സൂത്രം കാണിക്കാനുണ്ട്. എന്താണിത്? ഇത് നമ്മുടെ ടൈലർമാരുടെ ഒക്കെ കയ്യിലുള്ള മഞ്ഞ ടേപ്പ് അല്ല, നമ്മുടെ മെഷറിംഗ് ടേപ്പ് ആണല്ലേ. മെഷറിംഗ് ടേപ്പാണ്. അപ്പൊ നമ്മൾ എന്തിനാ മക്കളെ ഈ മെഷറിംഗ് ടേപ്പ് യൂസ് ചെയ്യാ? എന്തിനൊക്കെ യൂസ് ചെയ്യാം? നമ്മുടെ ഡ്രസ്സിന്റെ ഒക്കെ ലെങ്ത് മെഷർ ചെയ്യാം അല്ലേ. നമ്മുടെ ലെങ്ത് മെഷർ ചെയ്യാൻ, അതായത് നമ്മുടെ ഡ്രസ്സിന് എത്ര ഇറക്കം വേണം, നമ്മുടെ സ്ലീവ്സിന് എത്ര ഇറക്കം വേണം, എത്ര വണ്ണം വേണം, എത്ര വിഡ്ത്ത് വേണം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? നമ്മൾ ഈ മെഷറിംഗ് ടേപ്പ് യൂസ് ചെയ്യാറല്ലേ. ഇനി നമ്മൾ വെയിറ്റ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യാറ്? വെയിറ്റ് ഒക്കെ മെഷർ ചെയ്യാൻ ഇപ്പൊ എന്റെ വെയിറ്റ് എത്ര എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിങ് മെഷീൻസ് യൂസ് ചെയ്യാറുണ്ടല്ലേ. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ എന്താ യൂസ് ചെയ്യാറുണ്ട്? മെഷർമെന്റ്സിന് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, കുറേ സാധനങ്ങൾ നമ്മൾ മെഷർമെന്റ്സിന് യൂസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെഷർമെന്റ് ഓഫ് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയാം. അപ്പൊ അതിനെ മെഷർ ചെയ്യുന്ന കുറച്ച് യൂണിറ്റ്സ് ആണ്. കുറേ യൂണിറ്റ്സ് ഉണ്ട്, നമുക്ക് കുറച്ച് യൂണിറ്റ്സ് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ മാമിന് ഈ ചെറിയ ഫിംഗർ കണ്ടോ? ഈ ചെറിയ ഫിംഗറിന്റെ ലെങ്ത് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ ഈ മെഷറിംഗ് ടേപ്പ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, മെഷറിംഗ് ടേപ്പ് വേണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ചെറിയ സ്കെയിൽ കൊണ്ടുവരല്ലേ. സ്കെയിൽ നമുക്കറിയാം, നമ്മുടെ സ്കെയിലിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെന്റിമീറ്റർ ആണല്ലേ. സെന്റിമീറ്റർ അല്ലെങ്കിൽ CM ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പോയിട്ട് നിങ്ങളുടെ വീട്ടിലെ സിറ്റ് ഔട്ട് മുതൽ കിച്ചൺ വരെയുള്ള ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നിങ്ങൾ ഈ സ്കെയിൽ വെച്ചിട്ട് ചെയ്യാൻ പോവോ? ഈ കുഞ്ഞി 15 സെന്റിമീറ്റർ സ്കെയിൽ വെച്ചിട്ട് ചെയ്യില്ല അല്ലേ. അയ്യോ, എന്തോരം സമയം എടുക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ വേറൊരു സാധനം എടുക്കും, മീറ്റർ സ്കെയിൽ എടുക്കും അല്ലേ. പേരിൽ തന്നെ ഉണ്ട്, മീറ്റർ സ്കെയിൽ. അപ്പൊ നമ്മുടെ അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ വീടും അതേപോലെ സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് യൂണിറ്റ് എടുക്കുക? അവിടെ നിങ്ങൾ മീറ്റർ സ്കെയിലിംഗ് എടുക്കുക. അവിടെ നിങ്ങൾ കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു ബഡാ യൂണിറ്റ് ആണ് എടുക്കുക. കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു ബഡാ യൂണിറ്റ് ആണ്. അപ്പൊ നോക്കിയേ, സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ഡിസ്റ്റൻസ്. നമ്മുടെ ഒരു പെൻസിലിന്റെ ലെങ്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിംഗറിന്റെ ലെങ്ത് ഒക്കെയാണ് നമ്മൾ സെന്റിമീറ്റർ വെച്ചിട്ട് എപ്പോഴും മെഷർ ചെയ്യാറുള്ളത്. മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രസ്സിന്റെ ഒക്കെ ലെങ്ത്, ഇപ്പൊ സാരീന്റെ ഒക്കെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 5 മീറ്റർ ഒക്കെ വരും. അല്ലെങ്കിൽ മാം ഒരു നല്ലൊരു പിങ്ക് ചുരിദാർ ആയിക്കോട്ടെ, ഒരു പിങ്ക് ചുരിദാർ അടുപ്പിക്കാൻ പോവാണ്, മാം സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ മാം എത്ര തുണി എടുക്കേണ്ടി വരും? മാം ഒരു 2.5 മീറ്റർ എടുക്കും. അല്ലാണ്ട് 200 സെന്റിമീറ്റർ ഒന്നും അല്ല. മാം പറയും ഒരു 2.5 മീറ്റർ ആ പീച്ച് കളർ അങ്ങ് എടുത്തേന്ന് പറയും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ മീറ്റർ സ്കെയില്. നമ്മൾ ഡ്രസ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ചുകൂടെ വലിയ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യാനാ. ഇനിയിപ്പോ വീടും സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്ട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഡിസ്റ്റൻസ് ഒക്കെ നോക്കാൻ പറഞ്ഞാൽ നിങ്ങളിത് ഈ കിലോമീറ്ററിന് എടുക്കും. ഓക്കെ, ഇനി എൻ്റെ കുട്ടികളെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താന്ന് നോക്കിക്കോളൂ കേട്ടോ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് 100 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് 100 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ 5 മീറ്റർ അല്ലെങ്കിൽ വേണ്ട, 5 മീറ്റർ വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം കൺവേർഷൻസ് അങ്ങോട്ട് മിസ് പറഞ്ഞു തരാം. അപ്പൊ ഭയങ്കര ഈസിയാവും. എൻ്റെ കുട്ടികൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. മീറ്റർ എന്ന് സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മീറ്ററിന് സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നോക്കിയേ, ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യാണ്. ഞാൻ ഒരു 5 മീറ്റർ എടുക്കുകയാണേ. ഞാനൊരു 5 മീറ്റർ എടുക്കുക. ഈ 5 മീറ്റർ എത്ര സെന്റിമീറ്റർ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? 5 × 100 ചെയ്താൽ മതിയല്ലേ. 5 × 100 ചെയ്താൽ നിങ്ങൾക്ക് 500 സെന്റിമീറ്റർ എന്ന് കിട്ടും. 500 സെന്റിമീറ്റർ ആണ് ആൻസർ വരെ. എന്തൊരു ഈസിയാ. പോട്ടെ, ഇനി മീറ്ററിന്ന് സെന്റിമീറ്ററിക്ക് നമ്മൾ കൺവേർഷൻ പഠിച്ചു. അപ്പൊ നേരെ തിരിച്ചു പഠിക്കണല്ലോ. അപ്പൊ സെന്റിമീറ്ററിന്ന് മീറ്ററിക്ക് ആണെങ്കിലോ നിങ്ങൾ ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്യേണ്ടത്. സെന്റിമീറ്ററിന് മീറ്ററിലേക്ക് ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. അപ്പൊ എന്റെ കുട്ടികൾ ഇങ്ങോട്ട് നോക്കിയേ. മിസ് ഒരു കാര്യം ചെയ്യാണ്. നിങ്ങളടുത്ത് 300 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? 300
ഡിവൈഡഡ് ബൈ 100 ചെയ്യും. അപ്പൊ ഓടിപ്പോയിട്ട് സൈഡിൽ ഇങ്ങനെ ഡിവിഷന്റെ കോളൊക്കെ എഴുതി 300 ഡിവൈഡ് ബൈ 100 ഒന്നും ചെയ്യണ്ട. ദേ താഴെ 2 0 ഉണ്ട്, മുകളിൽ 2 0 ഉണ്ട്. 2 0 അങ്ങനെ കട്ട് ചെയ്ത ആൻസർ ദേ 3 മീറ്റർ എന്ന് കിട്ടി. ഹായ് ഹായ് ഹായ്, എന്തൊരു ഈസിയാണല്ലേ ചെയ്യാൻ. കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തത് നമുക്ക് അറിയേണ്ട കാര്യം, ദേ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ കുട്ടികൾ വിടാണ്ട് അത് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണല്ലേ. 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ ആണ്. അപ്പൊ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ ഇൻറ്റു 1000 ചെയ്യുക. അതേപോലെ മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാനോ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി അല്ലേ. മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ ഡിവൈഡ് ബൈ 1000. മിസ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചെയ്ത് നോക്കാം. ദേ മിസ് നോക്കിയേ, ഒരു 2 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റിയ. അപ്പൊ മിസ് എന്ത് ചെയ്യണം? 2 × 1000 അല്ലേ, കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ ഇൻറ്റു 1000. അപ്പൊ 2 കിലോമീറ്ററിന് മീറ്ററിലേക്ക് മാറ്റാൻ 2 × 1000 ചെയ്തു. നമ്മൾ എങ്ങനെ എഴുതുക? 2 എഴുതും, 3 zeros ഇടും. അപ്പൊ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് 2000 മീറ്റർ ആണ്. ഇനി അടുത്ത നോക്കിയേ മിസ്, ഇവിടെ ഒരു 7560 എത്ര എടുത്തു? 60 മീറ്റർ എടുത്തു എന്ന് വിചാരിക്കൂ. 7560 മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. അപ്പൊ നോക്കിയേ, ഈ 0 പോയി. ഇനി നോക്കിയേ, താഴെ 2 zeros ഇല്ലേ. അപ്പൊ എന്ത് ചെയ്യാ? റൈറ്റ് സൈഡിൽ നിന്ന് വരിക. റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്നു വരിക. അപ്പൊ അത് എത്ര കിട്ടി നമുക്ക്? 7.56 കിലോമീറ്റർ എന്ന് കിട്ടും. 7.56 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് നമ്മളിത് മൊത്തം കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതങ്ങോട്ട് പഠിച്ചാൽ എല്ലാം സെറ്റ് ആയിട്ട് അങ്ങോട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റ് ആയിട്ടുള്ള ലെങ്ത്തിന്റെ മെഷർമെന്റ് ഒക്കെ പറഞ്ഞു അല്ലേ. ലെങ്ത്തിന്റെ ഡിഫറെന്റ് യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ലെങ്ത് മെഷർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ലെങ്ത് കഴിഞ്ഞ പിന്നെ അടുത്തത് വെയിറ്റ് ആണല്ലേ. വെയിറ്റ് അല്ലെങ്കിൽ മാസ് ഒക്കെയാണ്. അപ്പൊ വെയിറ്റിന് 3 ഇല്ല, 2 യൂണിറ്റ്സേ ഉള്ളൂ. വെയിറ്റിന്റെ 2 യൂണിറ്റ്സിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ഗ്രാമും രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് കിലോഗ്രാമാണ്. ഗ്രാമും കിലോഗ്രാമാണ്. ഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ്. ഇപ്പൊ നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് ഒരു 250 ഗ്രാം എന്ത് പറയാം നമുക്ക്? ഒരു 250 ഗ്രാം ചായപ്പൊടിയെന്നോ അല്ലെങ്കിൽ ഒരു 250 ഗ്രാം ഗ്രീൻ ചില്ലിന്നോ 250 ഗ്രാം ജിഞ്ചറിനോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞ് നമുക്ക് മേടിക്കാൻ പറ്റുമല്ലേ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 250 ഗ്രാം ക്യാരറ്റ് മേടിച്ചോളൂ, ഒരു 300 ഗ്രാം ക്യാരറ്റ് മേടിച്ചോളൂ, കുഴപ്പമില്ല. അപ്പൊ ഗ്രാം എന്ന് പറയുന്നത് എന്താണ്? കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറിയ യൂണിറ്റ് ആണ്. ഓക്കെ, ഗ്രാം എന്ന് പറയുന്നത് എന്താണ്? കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ യൂണിറ്റ് ആണ്. ഇനിയിപ്പം നമ്മൾ അരിയൊക്കെ മേടിക്കാന്ന് വിചാരിക്കുക. അരിയൊക്കെ നമ്മൾ മേടിക്കുക 10 കിലോഗ്രാം അരിയൊക്കെ മേടിക്കാൻ. അല്ലെങ്കിൽ അരിയൊക്കെ നമ്മൾ ഡെയിലി ഇങ്ങനെ ഷോപ്പിൽ പോയി മേടിക്കേണ്ടി വരും. അപ്പോൾ 10 കിലോഗ്രാം അരി അല്ലെങ്കിൽ ഒരു 5 കിലോഗ്രാം ഷുഗർ, പഞ്ചസാര അങ്ങനെയൊക്കെ നമ്മൾ മേടിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ, ഒരു 3 കിലോഗ്രാം ചിക്കൻ അല്ലെങ്കിൽ ഒരു 2 കിലോഗ്രാം. നമ്മുടെ മിസ്സിനൊക്കെ വീട്ടിൽ ഒരു 2 കിലോ ഒക്കെ മേടിക്കാറ്. അപ്പോൾ 2 കിലോഗ്രാം ചിക്കൻ ഇങ്ങനെയൊക്കെ നമ്മൾ മേടിക്കുക അല്ലേ. അപ്പം എന്താണ്? കുറച്ചുകൂടെ വലിയ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ നമ്മൾ അതിനെ കിലോഗ്രാമിലാണ് പറയുക. ഇനി എക്സ്ട്രീം ആയിട്ടുള്ള, അതായത് വലിയ വലിയ മാസമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ടൺ എന്നൊക്കെ പറയും അല്ലേ. ഒരു 100 കിലോഗ്രാമിനൊക്കെ 1 ടൺ എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ഗ്രാമും കിലോഗ്രാമും മതി. എൻ്റെ കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ, വലിയ കുട്ടികളായിട്ടില്ലല്ലോ. അപ്പോൾ വലിയ കുട്ടികളാവുമ്പോൾ നമുക്ക് ടണ്ണൊക്കെ പഠിക്കാം. ഓക്കെ, ഇനി ഓർത്ത് വെക്കേണ്ട കാര്യം, 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ എൻ്റെ കുട്ടികളെ ഇൻറ്റു 1000 എന്നും തിരിച്ച് ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 1000 ആണ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഞാനൊരു 3 കിലോഗ്രാം എടുത്തു. ഓക്കെ, 3 കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 3 × 1000 ചെയ്യണം. അപ്പം എത്ര കിട്ടി? 3 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അത് 3000 ഗ്രാം ആണെന്ന് കിട്ടും അല്ലേ. 3 കിലോഗ്രാം എന്ന് പറയുന്നത് 3000 ഗ്രാം ആണെന്ന് കിട്ടും. കഴിഞ്ഞിട്ടില്ല. ഇനി എന്ത് ചെയ്യാം? നമുക്ക് 2000 ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം?
2000 ഡിവൈഡ് ബൈ 1000 ചെയ്യണം. നോക്കിയേ, 2000 ഡിവൈഡഡ് ബൈ 1000. താഴെ 3 zeros ഉണ്ട്, മുകളിൽ 3 zeros ഉണ്ട്. അപ്പൊ നമുക്ക് 2 kilogram എന്ന് ആൻസർ കിട്ടും. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്, ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാറുണ്ടാവുള്ളൂ. ഇനി കൂടി പോയാൽ നിങ്ങളോടൊന്ന് വെയിറ്റ് ആഡ് ചെയ്യാൻ ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ ലെങ്ത് ഒന്ന് ആഡ് ചെയ്യാൻ ചോദിക്കും. അതിനെക്കാട്ടിലും വലിയ ക്വസ്റ്റ്യൻസ് ഇല്ല. ഇത് മിസ് ഗ്യാരണ്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ലെങ്ത് പറഞ്ഞു, വെയിറ്റ് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് കപ്പാസിറ്റീനെ കുറിച്ചാണ്. കപ്പാസിറ്റി എന്ന് ആലോചിക്കുമ്പോൾ ടെൻഷൻ വേണ്ട. നമ്മുടെ ലിക്വിഡ്സ് ഇല്ലേ, വെളിച്ചെണ്ണ, നമ്മുടെ കോക്കനട്ട് ഓയിൽ, അതേപോലെ നമ്മുടെ മണ്ണെണ്ണ, കെറോസിൻ. റേഷൻ ഷോപ്പിലൊക്കെ പോകണമെങ്കിൽ കെറോസിനൊക്കെ അറിയുള്ളൂ. പോട്ടെ, നമ്മുടെ പെട്രോൾ, ഡീസൽ, ഇതൊക്കെ നമ്മൾ എന്തിനാ മേടിക്കുക? ലിറ്ററിലൊക്കെ മേടിക്കുക അല്ലേ? അപ്പൊ അതേപോലെ നമ്മുടെ കപ്പാസിറ്റിക്ക് 2 യൂണിറ്റ്സ് ഉണ്ട്. ഒന്ന് മില്ലി ലിറ്റർ ആണ്, അടുത്തത് ലിറ്റർ ആണ്. മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയ ക്വാണ്ടിറ്റിയാണ്. ഇപ്പൊ നമ്മൾ സ്പ്രേ ഒക്കെ മേടിക്കുകയാണെങ്കിൽ അതിന്റെ ബാക്ക് സൈഡിലുള്ള ആ ലേബലിൽ നോക്കിയാൽ അതൊക്കെ മില്ലി ലിറ്ററിലായിരിക്കും. ഇപ്പം നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഓയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കെറോസിനൊക്കെ മേടിക്കുകയാണെങ്കിൽ അത് ലിറ്റർ ആയിരിക്കും. മില്ലി ലിറ്റർ എന്ന് പറയുന്നത് സ്മോൾ യൂണിറ്റ് ആണ്. ലിറ്റർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലാർജ് യൂണിറ്റ് ആണ്. ഇനി ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ടാങ്കൊക്കെ ഇല്ലേ, അപ്പോൾ ഈ ടാങ്കിൽ വെള്ളം അടിക്കുമ്പോൾ അല്ലെങ്കിൽ ടാങ്കിൽ എത്ര ലിറ്റേഴ്സ് ഓഫ് വാട്ടർ കൊള്ളും എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെയാകുമ്പോൾ വലിയ യൂണിറ്റ് ആകുമ്പോൾ നമ്മൾ ക്യൂബിക് ലിറ്റേഴ്സ് എന്നൊക്കെ പറയും. അങ്ങനത്തെ വലിയ യൂണിറ്റ്സ് ഉണ്ട്. മീറ്റർ ക്യൂബാണ്, സെന്റിമീറ്റർ ക്യൂബാണെന്നൊക്കെ പറഞ്ഞ് വലിയ ലിറ്റേഴ്സ് ഉണ്ട്, വലിയ യൂണിറ്റ്സ് ഉണ്ട്. അത് വേണ്ട, നമുക്ക് അത്രയും വേണ്ട. ഇപ്പം എൻ്റെ കുട്ടികളത് കുഞ്ഞു കുട്ടികളല്ലേ, എൻ്റെ കുഞ്ഞു മക്കളല്ലേ, അപ്പം ഇത്രയും പഠിച്ചാൽ മതി. ഇനി 1 ലിറ്റർ എന്ന് പറയണത് 1000 മില്ലി ലിറ്റർ ആണ്. വീണ്ടും ലിറ്ററിനെ മില്ലി ലിറ്ററിക്ക് മാറ്റാൻ ഇൻറ്റു 1000 ചെയ്യും. മില്ലി ലിറ്ററിനെ തിരിച്ച് ലിറ്ററിക്ക് മാറ്റാൻ ഡിവൈഡ് ബൈ 1000 ചെയ്യും. കണ്ടോ, എന്തൊരു ഈസിയാണല്ലേ, എന്തൊരു സിമ്പിൾ കാര്യങ്ങളാണ് മിസ് പഠിപ്പിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 ലിറ്റർ എന്ന് പറയണത് 3 × 1000, അപ്പോൾ 3000 മില്ലി ലിറ്റർ ആണ്. ഇനി 2000 ml എന്ന് പറയണത് 2000 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2000 മില്ലി ലിറ്റർ എന്ന് പറയണത് എങ്ങനെ വരും? 2000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 2000 ഡിവൈഡ് ബൈ 1000. അത് എത്രയാണ്? അത് 2 ലിറ്റർ ആണെന്ന് വന്നു. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ മില്ലി ലിറ്ററും. അപ്പൊ നമ്മൾ മൂന്ന് യൂണിറ്റ്സ് ആണ് പഠിച്ചത് അല്ലെ? നമ്മൾ 3 യൂണിറ്റ്സ്. ഫസ്റ്റ് നമ്മൾ ലെങ്ത്തിന്റെ കേസ് പഠിച്ചു അല്ലെ? 3 മെഷർമെന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. ലെങ്ത്തിന്റെ കേസ് പഠിച്ചു. ലെങ്ത്തിന് 3 യൂണിറ്റ്സ് ഉണ്ട്. സെന്റിമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്. അടുത്തത് നമ്മൾ വെയിറ്റ് എടുത്ത്, വെയിറ്റിൽ ഗ്രാമും കിലോഗ്രാമും. പിന്നെ നമ്മുടെ കപ്പാസിറ്റി, അല്ലെങ്കിൽ നമുക്കിതിനെ വോളിയം എന്നും പറയാം കേട്ടോ. വോളിയം അല്ലെങ്കിൽ കപ്പാസിറ്റി അതെന്താണ്? അതിനും 2 യൂണിറ്റ്സ് നമ്മൾ പഠിച്ചത്. അപ്പോൾ യൂണിറ്റ്സ് ഒക്കെ എല്ലാവരും എന്ത് ചെയ്യുക, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ടോപ്പിക് കുറേ എക്സും വൈയും സെഡും എയും ബിയും എല്ലാം കാണുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവും, ഇത് എന്താണ്? ഇത് അൽജബ്രയാണല്ലേ. ഈ അൽജബ്രയാണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഞാനൊരു 2 + x എഴുതിയിട്ടുണ്ട്. അടുത്തത് 3 + 2y = 15. ഓക്കെ, ഒന്നാമത്തത് 2 + x ആണ്. രണ്ടാമത്തത് 3 + 2y = 15. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ആളില് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ആളിൽ കണ്ടോ, കോൺസ്റ്റന്റ് ഉണ്ട്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോൺസ്റ്റന്റ് നമ്പർ അല്ലേ, കോൺസ്റ്റന്റ് നമ്പർ ഉണ്ട്. പിന്നെ നോക്കി, എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിന് ഡിഫറെന്റ് നമ്പേഴ്സ് ആണല്ലേ, അതിന് ഡിഫറെന്റ് നമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എക്സ് എന്ന് കൊടുത്തു. എക്സും എയും പിയും വൈയും ക്യൂവും എമ്മും എല്ലും എല്ലാം എന്താണ്? വേരിയബിൾസ് ആണ്. അതുകൂടാണ് നോക്കിയേ, പ്ലസ് എന്ന് പറയുന്ന ഒരു ബേസിക് ഓപ്പറേഷൻ ഉണ്ട്. നമ്മുടെ പ്ലസ്, മൈനസ്, പിന്നെ ഇൻറ്റു, ഡിവിഷൻ ഒക്കെ എന്താണ്? ബേസിക് ഓപ്പറേഷൻസ് ആണല്ലേ. അപ്പൊ മിസ് ഇവിടെ കുറച്ച് ബേസിക് ഓപ്പറേഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തേതിൽ നോക്കിയേ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്ത് പറയാൻ പാടില്ല? മിസ് രണ്ടിനും ഡിഫറൻസ് എന്താണ്? ഇവിടെ 15 ഉണ്ട്, ഇവിടെ 15 ഇല്ല എന്നല്ല പറയേണ്ടത്. ഇവിടെ നോക്കിയേ, 15 എന്ന് പറയുന്നത് കോൺസ്റ്റന്റാ. 2 പേർക്കും കോൺസ്റ്റന്റ് ഉണ്ട്, അതിലൊരു കാര്യമല്ല. ഇവിടെ ഒരാളെ കാണുന്നുണ്ടോ നിങ്ങള്? ഇവിടെ നമ്മുടെ മെയിൻ പുള്ളി ഇരിക്കുന്നുണ്ട്. 2y കണ്ടോ, 2y കണ്ടൊരു ഈക്വൽ സൈൻ ഉണ്ട്. അതാണ് മെയിൻ ഡിഫറൻസ്.
ഓക്കെ, ഫസ്റ്റത്തെ ആളിൽ എന്തില്ല, ആ ഒരു ഈക്വൽ സൈൻ ഇല്ല, പക്ഷെ രണ്ടാമത്തെ ആളിൽ എന്തുണ്ട്, ആ ഈക്വൽ സൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഒന്നാമത്തെ ആളെ നമ്മൾ എക്സ്പ്രഷൻ എന്നാണ് പറയുക. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് വേണമെങ്കിൽ ആൽജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറയാം. രണ്ടാമത്തെ ആളിന് ഈക്വൽ സൈൻ ഉണ്ടെങ്കിൽ അത് ഇക്വേഷൻ ആണ്. ഹേ, അപ്പൊ എന്താണ് ഇത്, ഇക്വേഷൻ അല്ലെങ്കിൽ ആൽജിബ്രായിക് ഇക്വേഷൻ എന്ന് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഓർക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഇത് നമ്മുടെ ഈക്വൽ സൈൻ. ഈക്വൽ സൈനിന്റെ ലെഫ്റ്റ് സൈഡിലാണ് പ്ലസ് എന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്പർ +5 ആണെങ്കിൽ എന്തായിരിക്കും, അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. അതായത് ഓപ്പറേഷൻ ചേഞ്ച് ചെയ്യും. പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ അപ്പുറത്ത് പോയാൽ പ്ലസ് ആവും, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോയാൽ ഡിവിഷൻ ആവും. ഇനി ഡിവിഷൻ ആണെങ്കിൽ എന്താണ്, ഈക്വൽ സൈൻ്റെ അപ്പുറത്ത് പോയാൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ എന്താണ്, ഓപ്പറേഷൻസ് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഓപ്പറേഷൻ മാറും, പ്ലസ് മൈനസ് ആവും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും, പിന്നെ അതിന് നേരെ തിരിച്ചും. അപ്പൊ ആ കാര്യം കൂടെ എന്ത് ചെയ്യണം, എൻ്റെ കുട്ടികളൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അതും കൂടെ എന്ത് ചെയ്യണം, എല്ലാവരും ഒന്ന് ഓർക്കണം. ഓക്കെ, ഇനി മിസ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, നിങ്ങൾ ആ എക്സ്പ്രഷൻ ഒന്ന് അങ്ങോട്ട് എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് എക്സ്പ്രഷൻ എഴുതാം. നമുക്ക് നോക്കാം, നോക്കിക്കേ, എന്റെ കൂടെ നോക്കിക്കേ. സം ഓഫ് 6 and x. സം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പറേഷൻ എന്താണ്, പ്ലസ് ആണ് അല്ലേ. സം എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പറേഷൻ, പ്ലസ് ആണ്. ഓക്കെ, പ്ലസ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ, സം ഓഫ് 6 and x. സം ഓഫ് 6 and x ആണ് അല്ലേ. 6 and x. ഓക്കെ, സം ഓഫ് 6 and x. മിക്സ് ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. 6 and x എന്ന് പറഞ്ഞാൽ ഇതാ 6 + x വന്നു. ആഡ് ചെയ്യാനല്ലേ, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 6 + x എന്ന് വരും. ഇനി അടുത്തത് 3 more than a number y. 3 more than a number y. 3 more than എന്ന് പറഞ്ഞാൽ എന്താണ്, മോർ ദാൻ എന്ന് പറഞ്ഞാൽ പ്ലസ് തന്നെ. 3 more than a number y. വൈനെക്കാട്ടിലും എന്താണ്, 3 കൂടുതലാണല്ലേ. വൈനെക്കാട്ടിലും 3 കൂടുതലാണ്. ഓക്കെ, അടുത്തത് 1/3 of a number x. 1/3 നമ്മൾ ഫ്രാക്ഷൻ പഠിച്ച് ഫുൾ സെറ്റ് ആയിട്ട് ഇരിക്കുന്നവരാണല്ലോ. ഇപ്പൊ നമുക്കറിയാം 1/3 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അപ്പൊ 1/3 ഓഫ് എന്തെന്ന് വരും, 1/3 ഓഫ് എക്സ് എന്ന് വരും. 1/3 ഓഫ് എക്സ് എന്ന് വരും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാ, 4 times x taken away from 1/3 of y. അതെന്റെ കുട്ടികൾ ഹോംവർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാ, എന്റെ കുട്ടികൾ ഹോംവർക്ക് ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട, ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ടോ, മിസ്സിനെ പറഞ്ഞുതരാം. 4 times x taken away from 1/3 of y. 1/3 of y എന്ന് പറഞ്ഞാൽ നോക്കിയേ 1/3 y ആണ് അല്ലേ. ഇനി എന്താണ് 4 times x taken away എന്ന് പറഞ്ഞാൽ എന്താ, എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാലേ സബ്ട്രാക്ഷൻ ആണ്. അപ്പൊ 4 times x എന്ന് പറഞ്ഞാൽ 4x ആണ്. അപ്പൊ അതെ, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ വരിക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നു, മിസ് തരും. അപ്പൊ എന്ത് ചെയ്യുക, എന്റെ മക്കൾ അതൊക്കെ ചെയ്ത് നോക്കുക. എല്ലാം കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഇടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അടുത്ത നോക്കിയേ, റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ ദ പ്രോഡക്റ്റ് ഫോം. ഒന്നുമില്ല മക്കളെ, ഇവിടെ ആദ്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ. നോക്കി കുഞ്ഞുങ്ങളെ, a × a എന്ന് പറഞ്ഞാൽ a² ആണ്. ഇനി a × a എന്ന് പറഞ്ഞാൽ a³ ആണ്. ഓക്കെ, ഇനി ഇപ്പൊ ഇവിടെ a ആണെങ്കിൽ നോക്കിയേ, a raised to എത്ര വരും, 1 2 3 4 ആണല്ലേ. a raised to 4 ആയി. ഓക്കെ, ഇനിയിപ്പൊ ഇങ്ങനെയാണെന്ന് വിചാരിച്ചേ a² b³ ആണെന്ന് വിചാരിച്ചേ. a² b³ a² എന്ന് പറഞ്ഞാൽ 2 a ഉണ്ട്. അപ്പൊ എന്താണ്, a × a ഉണ്ട്. b³ എന്ന് പറഞ്ഞാൽ 3 b ഉണ്ടല്ലേ. b × b. എന്നാ എന്റെ കുട്ടികൾ ഇവിടെ നോക്കിയതാ, സിമ്പിൾ ആയിട്ടാ നമുക്ക് എഴുതാം. a² എന്ന് പറഞ്ഞാൽ എന്താണ്, a² എന്ന് പറഞ്ഞാൽ അവിടെ a × a ചെയ്യണം. ഇനി b raised to 5 ആലോ, 5 എന്ന് പറഞ്ഞാലോ, b raised to 5 എന്ന് പറഞ്ഞാൽ നമ്മളവിടെ b × b എന്ന് എഴുതണം അല്ലേ. 5 times b എഴുതണം. അപ്പൊ നോക്കിയേ, b × b കുറെ ബി. 5 times നമ്മൾ എന്ത് എഴുതി, b എഴുതി അല്ലേ. അപ്പൊ ഇതാണ് എന്ത്, b raised to 5. എന്തൊരു സിമ്പിൾ അല്ലേ, എന്തൊരു കുഞ്ഞു കാര്യങ്ങളായി മിസ് നിങ്ങളെ പഠിപ്പിക്കണത്. ഇനി അടുത്ത നോക്കിയേ, റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊഡക്ട്സ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു, നേരത്തെ ഇപ്പൊ ഇവിടെ നോക്കിയേ, നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ഇതൊക്കെയാണ് എന്ത്, എക്സ്പോണൻഷ്യൽ ഫോം അല്ലേ. ഈ എക്സ്പോണൻഷ്യൽ ഫോമിൽ നമ്മൾ എന്ത് ചെയ്തു,
പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചെഴുതണം. നമ്മളിതിന് എന്ത് ചെയ്യുക, ഒരു പവറിന്റെ മോഡലിൽ എഴുതുക. അതായത് നോക്കി ഇവിടെ a ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു 15 ടൈംസ് എന്ന് പറയുന്നത് എന്താണ്, എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു എ, അങ്ങനെ 15 പ്രാവശ്യം എഴുതുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം, നമുക്കതിനെ a⁻15 എന്ന് എഴുതാം. എന്തൊരു ഈസിയാ അല്ലേ, എന്തൊരു ഈസിയാ. ഇനി അടുത്തത് നോക്കിയേ, 8 ഇൻറ്റു ബി ഇൻറ്റു ബി ഇൻറ്റു എ ഇൻറ്റു എ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. അപ്പോൾ ദേ 8 ഇതാ മിസ് ഇവിടെ എഴുതി, 8 എന്ന് എഴുതി. ഇനി നോക്കിയേ, ബി ഇൻറ്റു ബി ഇൻറ്റു ബി, 3 ബി ഉണ്ട്. അപ്പോൾ ദേ മിസ് ബി ഞാനിവിടെ ബി³ എന്ന് എഴുതി. അടുത്തത് എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻറ്റു എ, 4 പ്രാവശ്യം എ ഉണ്ട്. അപ്പം എങ്ങനെ എഴുതാം നമുക്കതിന്, അങ്ങനെ നമുക്ക് a⁻4 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതിന് നമുക്ക് a⁻4 എന്ന് എഴുതാൻ പറ്റും. കണ്ടോ, എന്തൊരു ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ മിസ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പൊ നോക്കിയേ, ഫൈൻഡ് ദ നമ്പർ ഇഫ് 15 ഈസ് ടേക്കൺ അവേ ഫ്രം 6 ടൈംസ് ഓഫ് എ നമ്പർ ഈസ് 20. സംശയമൊന്നും വേണ്ട. അതായത് എന്ത് ചെയ്യണമെന്ന് അറിയോ, 15 ഈസ് ടേക്കൺ അവേ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നമ്പറിന്ന് മിസ് 15 എടുത്ത് മാറ്റി. ഏത് നമ്പറിന് എടുത്ത് മാറ്റണത്, 6 ടൈംസ് എ നമ്പർ. നമുക്ക് നമ്മുടെ അൺനോൺ നമ്പർ എക്സ് ആയിട്ട് കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്തു, 6x എന്ന് ഞാൻ 15 റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 20 ആണല്ലേ. എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറയണത് 20. ഓക്കെ, നമുക്ക് ഈ എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം എൻ്റെ കുട്ടികൾ, 6x ഇവിടെ നിർത്തും. ഓക്കെ, ഇനി നോക്കിയേ, ഈ മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, പ്ലസ് ആയിട്ട് മാറും അല്ലേ. നമ്മൾ പറഞ്ഞു പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ എന്താവും, ഈ മൈനസ് പ്ലസ് ആവും. സോ നമുക്ക് 20 + 15 എന്ന് കിട്ടും. നോക്കിയേ കുഞ്ഞുങ്ങളെ, 6x = 35. ഓക്കെ, ഇവിടെ നോക്കിയേ, 6x എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു എക്സ് അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പൊ എക്സ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. അപ്പൊ 35/6 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഓക്കെ, 35/6 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 7, ഇൻക്രീസ് കൂട്ടുക അല്ലേ. ഇഫ് എ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 7, ദ റിസൾട്ടിങ് നമ്പർ ഈസ് 19. അതായത് നമ്മൾ ഒരു നമ്പറിലേക്ക് 7 കൂട്ടുക. ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ പറയാണ്, നമ്മുടെ നമ്പർ 10 ആയിരുന്നു. അപ്പൊ 10 എന്ത് ചെയ്തു, 7 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്തു. 7 കൂട്ടിയ നമ്പർ എന്തായിട്ട് മാറും, 7 മാറും അല്ലേ. അപ്പൊ നോക്കിയപ്പോൾ നമ്മുടെ അൺനോൺ നമ്പർ മിസ് എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ എക്സ് എന്ത് ചെയ്തു, എക്സിലേക്ക് 7 ആഡ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് 19 ആണ് കിട്ടുക. അപ്പൊ എക്സ് ഞാൻ ഇവിടെ എഴുതി, 19 എഴുതി. +7 അങ്ങോട്ട് പോകുമ്പോൾ -7 ആയി. 19 7 പോയാൽ എൻ്റെ കുട്ടികൾക്ക് 12 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ എക്സ് = 12 എന്നാണ് ആൻസർ വരിക. അങ്ങനെയാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേ ഇനിയും പ്രോബ്ലംസ് ഉണ്ട്. നോക്കിയേ, 4 ലെസ് എ നമ്പർ ഈസ് 29. 4 ലെസ് എ നമ്പർ, ഒരു നമ്പറിനെക്കാട്ടിൽ എന്താണ് 4 കുറവാണെങ്കിൽ അല്ലേ, 4 ലെസ് എ നമ്പർ ഈസ് 29. അപ്പൊ x-4, അതായത് എക്സിനെക്കാട്ടിലും 4 കുറവാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 29 ആണ്. അപ്പൊ x = എങ്ങനെ എഴുതാം, -4 അങ്ങോട്ട് പോകുമ്പോൾ +4 ആയി. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്, 29 + 4. 29 + 4ന്റെ ആൻസർ എത്രയാണ്, 33. അത്രയേ ഉള്ളൂ, 33. ഇനി സംശയം മാറാത്തവരുണ്ടോ, ഇനി സംശയം മാറാത്തവരുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കോളും. ഇഫ് എ നമ്പർ ഈസ് ആഡഡ് ടു 12, ഈസിയാ. നമ്മൾ നമ്പർ എക്സ് എടുത്തു, x + 12 ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുക -11. അപ്പൊ എക്സ് കാണാൻ എന്ത് ചെയ്യണം, ഇവിടെ ഓൾറെഡി -11 ഉണ്ട്, പിന്നെ +12 അങ്ങോട്ട് പോകുമ്പോൾ -12 ആയി. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരും, x = -23. x = -23 എന്ന് വന്നല്ലേ, x = -23. ഇനി ഒന്നുമില്ല, 4a - 5 = 20 ആണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് സോൾവ് ചെയ്യുക കേട്ടോ. ആദ്യം എന്റെ കൂടെ ഉള്ളവരൊക്കെ നിർത്തും, എന്നിട്ട് എന്ത് ചെയ്യും, പതുക്കെ ബാക്കിയുള്ളവർ എല്ലാവരും അങ്ങോട്ട് തട്ടി പുറത്താക്കും. അപ്പൊ നോക്കിയേ, 4a മിസ് എഴുതി. ഇനി -5 അങ്ങോട്ട് പോകുമ്പോൾ +5 ആവും അല്ലേ, +5 ആവും. അപ്പൊ എന്തായി, 20 + 5 ആയി. അതായത് 4a = 25. ഇവിടെ നോക്കിയേ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്.
അപ്പം എ ഈസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 4. ഡിവിഷൻ വന്നു, മൾട്ടിപ്ലിക്കേഷൻ മുതൽക്ക് ഡിവിഷനായി. അത്രേ ഉള്ളൂ കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3 + 6a ഈസ് ഈക്വൽ ടു 21. 3 + 6a. അപ്പം എന്ത് ചെയ്യണം? 6a ഇവിടെ നിർത്തണം, 21 എഴുതണം, +3 അങ്ങോട്ട് പോയാൽ -3 ആണല്ലേ. അപ്പം 21 - 3 എത്രയാണ്? 18 ആണ്. അപ്പം നോക്കിയേ, 6a ഈസ് ഈക്വൽ ടു 18 ആണ്. a ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 18/6 എന്ന് കിട്ടിയല്ലേ. a ഈസ് ഈക്വൽ ടു 18/6. അപ്പം എത്ര കിട്ടി നമുക്ക്? 18/6 എന്ന് പറയുമ്പോൾ 3 അല്ലേ, 18. ഓക്കെ, അപ്പം 18/6 എന്ന് പറഞ്ഞാൽ 3 ആണ് ആൻസർ. ഇനി വേണമെങ്കിൽ വെറുതെ സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കോ. 2 പേരും 3 വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് എത്ര കിട്ടി? 2 പേരും നമുക്ക് 2 വെച്ചിട്ട് കട്ട് ചെയ്യാം അല്ലേ. 2 വെച്ചിട്ട് കട്ട് ചെയ്താൽ നമുക്ക് 9/3 കിട്ടും. 9/3 എന്ന് പറഞ്ഞാൽ 3 തന്നെ. ഓക്കെ, 9/3 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 3 തന്നെയാണ് നമ്മുടെ ആൻസർ വരിക. 3 തന്നെയാണ് നമ്മുടെ ആൻസർ പറഞ്ഞത്. ഓക്കെ, അതും ക്ലിയർ ആയെന്ന് മിസ്സിന് മനസ്സിലായി. അടുത്ത നോക്കിയേ, 7 - 3x ഈസ് ഈക്വൽ ടു 5. അയ്യോ, അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. -3x ഇവിടെ നിർത്തി വേണ്ട, -3x അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. അപ്പൊ നോക്കിയേ, 7 + 5 അങ്ങോട്ട് പോകുമ്പോൾ -5 ആയി. അപ്പൊ -3x അങ്ങോട്ട് പോകുമ്പോൾ +3x ആയി. അപ്പൊ എന്തായി? 2 ഈസ് ഈക്വൽ ടു 3x. അപ്പൊ നോക്കിയേ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2/3 ഈസ് ഈക്വൽ ടു x, അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു 3/2. x ഈസ് ഈക്വൽ ടു 3/2. അത്രയേ ഉള്ളൂ. ഓക്കെ. ഇതാ ഇനി അടുത്തത് x/2 ഈസ് ഈക്വൽ ടു 50. അപ്പൊ നോക്കിയേ മക്കളെ, ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? മൾട്ടിപ്ലിക്കേഷൻ ആയല്ലേ. അപ്പോ x ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടി? x ഈസ് ഈക്വൽ ടു 100. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പൊ ഇത്രയാണ് നമ്മുടെ അൽജബ്ര. എല്ലാവരും പറഞ്ഞ പോലെ അയ്യോ കുറെ x, അയ്യോ കുറെ y, അങ്ങനെയൊന്നും കൺഫ്യൂഷൻ ആവണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മുടെ അൽജബ്ര. ഇനി അൽജബ്ര ഒക്കെ ചെയ്ത് നമ്മൾ കുറച്ച് ഒരു ഇതായോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാഫ് പഠിക്കാം. നമ്മുടെ ബാർ ഗ്രാഫ് പഠിക്കാം. ബാർ ഗ്രാഫ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. എല്ലാവർക്കും പിസ്സ ഇഷ്ടമല്ലേ? എല്ലാവർക്കും പിസ്സ ഇഷ്ടമാണല്ലോ അല്ലേ. പക്ഷെ മിസ്സിന് വലിയ ഇഷ്ടമൊന്നുമില്ല, പിസ്സ അത്ര ഇഷ്ടമൊന്നുമില്ല. എന്നാലും ഇവിടെ കുറെ പിസ്സ ഫാൻസ് ഉണ്ട്, മിസ്സിന് അറിയാം. അപ്പൊ നോക്കിയേ, മിസ് നിങ്ങളുടെ ഫേവറേറ്റ് പിസ്സ ടോപ്പിങ്സ് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കാൻ പോവുക. അപ്പൊ നോക്കിയേ, ടൊമാറ്റോ ഉണ്ട്, പെപ്പർ ഉണ്ട്, ഓനിയൻ ഉണ്ട്, പിന്നെ പെപ്പറോണി ഉണ്ട്, ബേക്കൺ ഉണ്ട്, മഷ്റൂം ഉണ്ട്, അങ്ങനെ കുറേ ടോപ്പിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ടോപ്പിങ്സാണ് ഇഷ്ടം? നിങ്ങൾക്ക് എല്ലാ ടോപ്പിങ്സും ഇഷ്ടമായിരിക്കില്ലേ. ചിലപ്പോൾ നിങ്ങൾക്ക് പിസ്സ നിങ്ങളുടെ ഫേവറേറ്റ് സാധനമായിരിക്കും പിസ്സ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് ബോർഡ്സ് ഉണ്ട് അല്ലെ. അതായത് ടൊമാറ്റോ 50 ആൾക്കാർക്ക് ഇഷ്ടമാണ്. നമ്മുടെ പെപ്പർ നോക്കിയേ 100-ന്റെയും 150-ന്റെയും ഇടയിലാണ്. അപ്പൊ എത്ര ആൾക്കാർക്ക് ഇഷ്ടമാണ് നമ്മുടെ പെപ്പറിനെ? 125 ആൾക്കാർക്ക് പെപ്പർ ഇഷ്ടമാണ്. ടൊമാറ്റോ 50 ആളുകൾക്ക് ഇഷ്ടമാണ്. ഇത് നോക്കിയേ, ഓനിയൻ 200 ആളുകൾക്ക് അല്ലേ. ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാലോ വെച്ചിട്ട് മിസ് ഇവിടെ എഴുതണേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കിയേ, ഇത് നമ്മുടെ പെപ്പറോണി നോക്കിയേ 325 പെപ്പറോണി വരും. ഇനി ബേക്കൺ ആണെങ്കിൽ നോക്കിയേ, ബേക്കൺ 150 വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മഷ്റൂം 250 വരുന്നുണ്ട്. മഷ്റൂം 250 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ഗ്രാഫ് ഇങ്ങനെ മനസ്സിൽ പതിപ്പിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് 2 കുഞ്ഞു ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ട്. അപ്പൊ നോക്കിയേ, വിച്ച് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ടോപ്പിക് ഏതാന്ന് അറിയണമെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട്സ് ആർക്ക് കിട്ടുമെന്ന് അറിയണം. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കതേ, പെപ്പറോണിക്ക് 325 വോട്ട്സ് ഉണ്ട്. പെപ്പറോണി ആണ് ഫസ്റ്റ് അല്ലെ. എല്ലാവരുടെയും ഫേവറേറ്റ് പെപ്പറോണി ആണ്. യെസ്, നമ്മുടെ പെപ്പറോണിയാണ്. ഇനി അടുത്തത്, വിച്ച് ടോപ്പിംഗ് ഹാസ് 250 വോട്ട്സ്. അപ്പൊ വീണ്ടും ഗ്രാഫിലേക്ക് വീണ്ടും ഓടിട്ട് പോയി നോക്കുക. 250 വോട്ട്സ് ആരാ? നമ്മുടെ മഷ്റൂമിന് 250 വോട്ട്സ് ആണ്. നമ്മുടെ മഷ്റൂം അല്ലേ, മഷ്റൂമിന് 250 വോട്ട്സ് ആണ്. ഇത്രയുള്ള നമ്മുടെ ബാർ ഗ്രാഫ്. ഇത്രയും സിമ്പിളായിട്ട് ഇനി വേറെ ഒരു ടോപ്പിക് ഈ ചാപ്റ്ററിൽ ഉണ്ടാവില്ല. നമുക്ക് ഇതും അൽജബ്ര എല്ലാം ഒരേ ലെവൽ, എല്ലാം ഈസിയാണ് അല്ലേ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ടാലി മാർക്കിനെ കുറിച്ചും കൂടെ ഒന്ന് നോക്കി വയ്ക്കാം. എൻ്റെ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും ടാലി മാർക്ക്. നമ്മൾ കള്ളനും പോലീസൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട് അല്ലേ? അതായത് 4 ലൈൻസ് ഇങ്ങനെ എഴുതും, എന്നിട്ട് 5ാമത്തെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് എഴുതുക അല്ലേ, വെട്ടുക എന്നൊക്കെ പറയും നമ്മൾ. അങ്ങനെയാണ് നമ്മൾ ലൈൻസ് എഴുതുക. അപ്പൊ ജസ്റ്റ് കൗണ്ട് ചെയ്യാൻ നോക്കിയേ, ഇവിടെ 1 2 3 4 5 5ാമത്തെ വരെ നമ്മളവിടെ ക്ലോസ് ഇടുക. അപ്പൊ ഇവിടെ നോക്കിയേ 5 + 4 എന്ന് പറഞ്ഞാൽ 9. 5 + 4 എന്ന് പറഞ്ഞാൽ 9. ഇനി ഇവിടെ നോക്കി ചോക്ലേറ്റ് 8ആണ്. അപ്പൊ നമുക്കറിയാം 1 2 3 4 5 ഇങ്ങനെ സ്ട്രൈക്ക് ഇടുന്നു. പിന്നെ എത്ര ഉണ്ട്, 3 കൂടെ ബാക്കിയുണ്ട്. ഈ 13 ആണെങ്കിലോ, 13 ആണെങ്കിൽ 5 + 5 + 3. അപ്പൊ 1 2 3 4 5 1 2 3 4 5. അപ്പൊ 10 ആണെങ്കിൽ 11 12 13. ഹൈ എന്ത് ഈസിയാ. ഇനി അടുത്ത് നോക്കിയേ, സ്ട്രോബെറി നോക്കിയേ, 5 + 5 10 10 + 1 11. 10 + 1 11. ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കുക ടോട്ടലി എത്ര ആൾക്കാരെ സർവേ ചെയ്ത് നോക്കി. നിങ്ങൾ എന്ത് ചെയ്യണ്ട, 9 + 8 + 13 + 2 അങ്ങനെ ഒന്നും ആഡ് ചെയ്യണ്ട. ഇവിടെ നിങ്ങളുടെ ആഡ് ചെയ്താൽ മതി. ഇത് 5 ആയി, ഇത് 10 ആയി, 15 20 25 30. 34 ആയി. ദെൻ 34 + 3 37. 37 + 3 എത്രയാ, 37 + 3 എന്ന് പറഞ്ഞാൽ 40. ദെൻ 40 + 1 എന്ന് പറഞ്ഞാൽ 41 ആയല്ലേ, 41 ആയി. ഓക്കെ, 41 ആയി. നമുക്ക് നോക്കാം. 9 + 8 + 13 + 11. അപ്പൊ നോക്കിയേ, 9 + 1 10 10 + 8 18 + 3 21 2. ഹൈ രണ്ടും കണ്ടോ, സെയിം ആൻസർ കിട്ടി. അപ്പൊ എത്ര ആൾക്കാരെ സർവേ ചെയ്തു? 41 ആൾക്കാരെ സർവേ ചെയ്തല്ലേ. 41 ആൾക്കാരെയാണ് നമ്മൾ ടോട്ടലി സർവേ ചെയ്തത്. ഹൗ മെനി സ്റ്റുഡൻസ് ലൈക്ക് വാനില ആൻഡ് മാംഗോ? വാനില ഇഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ട്? വാനില ഇഷ്ടമുള്ള 9 ആൾക്കാരുണ്ട്. മാംഗോ ഇഷ്ടമുള്ള 13 ആൾക്കാരുണ്ട്. അപ്പൊ ടോട്ടലി എത്ര ആൾക്കാരാണ് വേണമെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 22 ആണ് അല്ലേ. 22 ആളുകൾക്ക് വാനില മാംഗോ ഒക്കെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടം ബട്ടർ സ്കോച്ച് ആട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ബട്ടർ സ്കോച്ച് ആണേ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഷേപ്സിനെ കുറിച്ചാണ് അല്ലേ. കുറേ ഷേപ്സ് നിങ്ങൾക്ക് അറിയാം. റെക്റ്റാങ്കിൾ അറിയാം, സ്ക്വയർ അറിയാം, ട്രയാങ്കിൾ അറിയാം, സർക്കിൾ അറിയാം, അങ്ങനെ ഒത്തിരി ഷേപ്സ് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ഏയും പെരിമീറ്റർ ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാം. അതിന്റെ മുന്നേ നോക്കിയേ, നമ്മുടെ റെക്റ്റാങ്കിളിന്റെ ലോങ്ങസ്റ്റ് സൈഡിന്റെ ലെങ്ത് എന്നും റെക്റ്റാങ്കിളിന്റെ ലോങ്ങസ്റ്റ് സൈഡിന്റെ ലെങ്ത് എന്നും ഷോർട്ടസ്റ്റ് സൈഡിനെ ബ്രെഡ്ത്ത് എന്നുമാണ് പറയുക, അല്ലെങ്കിൽ വിഡ്ത്ത് എന്നും പറയും, നീളവും വീതിയും. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 × L + B ആണ്. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്യുക, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അടുത്തത് ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ L × B, ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയ കിട്ടി. ഓക്കെ, അടുത്തത് നമ്മുടെ സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണല്ലോ, 4 സൈഡ്സും L ആണല്ലോ. അപ്പൊ പെരിമീറ്റർ എന്ന് പറയുന്നത് 4L-ഉം ഏരിയ എന്ന് പറയുന്നത് L × L അല്ലെങ്കിൽ L × L. ഓക്കെ, L × L അല്ലെങ്കിൽ L² എന്നും വരാം. L × L അല്ലെങ്കിൽ L² എന്നും വരാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ഏരിയയും പെരിമീറ്ററും ഒക്കെ കണ്ടുപിടിക്കാനുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്യാം. ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ. ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ whose length is 12 centimeter and breadth is 5 centimeter. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ L × B ആണ്. അപ്പോൾ 12 × 5 ചെയ്യുക. അപ്പോൾ ആൻസർ എത്രയെന്ന് കിട്ടി? 12 × 5 എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ 60 cm² ആണെന്ന് കിട്ടി. ഓക്കെ, ഇവിടെ ഒക്കെ സെന്റിമീറ്ററില്ല കേട്ടോ. 12 cm 5 cm. പെരിമീറ്റർ കാണാനോ? പെരിമീറ്റർ കാണാൻ നിങ്ങൾ 2 × L + B എന്ന് എഴുതുക. അപ്പൊ 2 × 12 + 5 എന്ന് കിട്ടി. 2 × 12 + 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 17. അപ്പൊ 17 × 2 എന്ന് പറഞ്ഞാൽ 34. അപ്പൊ 34 cm ആണ് പെരിമീറ്റർ എന്നും നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ whose side length is 9 cm. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഏരിയന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ L²
അല്ലെങ്കിൽ എന്താണ് L ഇൻറ്റു L ആണ്. നമുക്ക് എന്ത് കിട്ടി? N². അല്ലെങ്കിൽ L ഇൻറ്റു L എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ഇൻറ്റു 9 ആണ്. അപ്പൊ 81 cm² എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെരിമീറ്റർ കാണണം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4L ആണ്. അപ്പൊ എത്ര കിട്ടി? 4 ഇൻറ്റു 9 ആണ്. അപ്പോ 36 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. 36 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ റെക്റ്റാങ്കിളിന്റെ കേസും അതേപോലെ സ്ക്വയറിന്റെ കേസും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ട്രയാങ്കിളിന്റെയും അതേപോലെ സർക്കിളിന്റെയും കേസും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സർക്കിളിന്റെ ഏരിയയും പെരിമീറ്ററും തന്നെ കുട്ടികൾ ഇപ്പൊ പഠിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സർക്കിളിനെ കുറിച്ച് നമുക്ക് കുറച്ച് കുഞ്ഞു 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 കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്കറിയാലോ, ഈ സെന്റർ മുതലുള്ള ഈ ഒരു ഡിസ്റ്റൻസിന് നമ്മൾ റേഡിയസ് എന്നാണ് പറയുക. സർക്കിളിന്റെ സെന്റർ മുതൽ ഇതേ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിന് റേഡിയസ് എന്നും, സർക്കിളിന്റെ ഈ ഒരു മൊത്തം ലെങ്ത് ഇല്ലേ, ഈ ഒരു മൊത്തം ലെങ്ത്തിന് നമ്മൾ ഡയമീറ്റർ എന്നാണ് പറയുക. ഡയമീറ്റർ റേഡിയസും അതേപോലെ ഡയമീറ്ററും. അപ്പൊ നമുക്കറിയാം റേഡിയസ് ഇൻറ്റു 2 ചെയ്താൽ ഡയമീറ്റർ കിട്ടും അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 2r എന്ന് എഴുതാം. ഇപ്പൊ റേഡിയസ് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു 5 ആണ്. അപ്പോൾ 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. 2 ഇൻറ്റു 5 10 ആണ്. അപ്പോൾ 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഈ പോയിന്റിനെ O എന്ന് പറയുന്ന ഈ പോയിന്റിനെ സെന്റർ ഓഫ് സർക്കിൾ എന്നാണ് പറയുക. ഓക്കെ, ഇത് നമ്മുടെ സർക്കിളിന്റെ സെന്റർ ആണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ആളെന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു 3 സൈഡഡ് പോളിഗൺ ആണ്. ഇപ്പൊ നോക്കിയേ, നമ്മുടെ ട്രയാങ്കിൾ ഇതേ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഒരു കാര്യം കൂടെ ഓർക്കുക, നമ്മുടെ ട്രയാങ്കിളിന്റെ ഈ 3 ആംഗിൾസിനും കൂടെ സമ്മ എത്രയായിരിക്കും? 180 ഡിഗ്രി ആവും എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഇവിടെ വെച്ചോളാം. ഓക്കെ, അത് എത്രയും 180 ഡിഗ്രി ആണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യണം, എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെന്റ് ആംഗിൾസ് ആണ്. ഓക്കെ, ഡിഫറെന്റ് ആംഗിൾസ് ആണ്. പേര് കണ്ടിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. നോക്കിയേ, 0ന്റെയും അതേപോലെ 90ന്റെയും ഇടയിലുള്ള ആംഗിൾ ആണെങ്കിൽ അതിന് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്നാണ് വിളിക്കുക. ഇദ്ദേഹം അതായത് ഇങ്ങനെയൊക്കെ വരിക, ഇങ്ങനെ കണ്ടോ. ഇതെന്താണ്? 90നെക്കാട്ടിലും ചെറുതാണ് അല്ലേ. 0ന്റെയും 90ന്റെയും ഇടയിൽ വരുന്നതാണ് എന്ത്, നമ്മുടെ അക്യൂട്ട് ആംഗിള്. ഇനി 90 ഡിഗ്രി വന്നാൽ അത് റൈറ്റ് ആംഗിൾ ആണ്. 90 ഡിഗ്രി വന്നാൽ അത് റൈറ്റ് ആംഗിൾ ആണ്. ഇനി 90ന്റെയും 180ന്റെയും ഇടയിൽ വന്നാൽ അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ഓക്കെ, ഇനി 180 ഡിഗ്രി വന്നാലോ അത് സ്ട്രെയിറ്റ് ആംഗിൾ ആണ്. സ്ട്രെയിറ്റ് ആംഗിൾ ആണ്. ഓക്കെ, ഇനി 180ന്റെയും അതേപോലെ 360ന്റെയും ഇടയിൽ വന്നാൽ അത് റിഫ്ലെക്സ് ആംഗിൾ ആണ്. കണ്ടോ, 180ന്റെയും 360ന്റെയും ഇടയിൽ വരുന്ന ഈ ആംഗിൾ ആണ് എന്ത്, നമ്മുടെ റിഫ്ലെക്സ് ആംഗിള്. ഓക്കെ, ഇനി 360 ഡിഗ്രി വന്നാൽ നമ്മൾ അതിനെ കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറയും. ഓക്കെ, കംപ്ലീറ്റ് ആംഗിൾ. അപ്പൊ നമ്മുടെ സർക്കിളിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർക്കിളിന്റെ കേസിൽ നോക്കിയേ, സർക്കിളിന്റെ ഈ ഒരു സെന്റർ ആംഗിൾ ഇല്ലേ, സർക്കിളിന്റെ ഈ സെന്റർ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് കുഞ്ഞുങ്ങളെ? സർക്കിളിന്റെ സെന്റർ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി എന്റെ കുട്ടികളെ നോക്കിയേ, റെക്ടാങ്കിളിന്റെയും സ്ക്വയറിന്റെയും കേസ് ഒന്ന് നോക്കിയേ. എവിടെ നമ്മുടെ റെക്ടാങ്കിളും സ്ക്വയറും? ഇവിടെ ഉണ്ടല്ലേ. അപ്പൊ റെക്ടാങ്കിൾ നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും, എല്ല് പോലെ വരുന്ന അല്ലേ. ഇതെന്താണ്? ഇതൊക്കെ എന്ത് ആംഗിൾസ് ആണ്? റൈറ്റ് ആംഗിൾസ് ആണ്. കാരണം ഇതൊക്കെ എന്താണ്? എല്ലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റെക്റ്റാങ്കിളിൽ 4 റൈറ്റ് ആംഗിൾസ് ഉണ്ടെന്ന് പറയാം. അതേപോലെ നമ്മുടെ സ്ക്വയറിലും എന്താണ്? 4 റൈറ്റ് ആംഗിൾസ് ആണ്. എല്ലാവരുടെയും കൂടെ സമയം എത്ര ഡിഗ്രി ആണ്? 360 ഡിഗ്രി ആണെന്നുള്ള കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ എൻ്റെ കുട്ടികൾ ഓർത്ത് വെക്കണമെന്ന് മിസ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കോണേ. ഇത് എത്ര സമയം നോക്കാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക്
അറിയാം. ഓക്കെ, ഇത് എത്ര സമയം? 3 മണിയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾ എന്ത് ആംഗിളാ? നമുക്ക് കണ്ടറിയാലോ. ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? അത് റൈറ്റ് ആംഗിൾ ആണല്ലേ? അത് റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, അതെന്ത് ആംഗിൾ ആണ്? അത് റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ ഞാൻ വേറൊരു ക്ലോക്ക് വരയ്ക്കാൻ പോവുക കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോണേ. ഇതാ ഞാനൊരു ക്ലോക്ക് ഏകദേശം വട്ടം വരയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എന്ത് ചെയ്യണം എൻ്റെ കുഞ്ഞുങ്ങൾ? അത് സർക്കിൾ ആയിട്ടില്ലെങ്കിൽ മിസ്സിനോട് സദയം ക്ഷമിക്കുക. അപ്പം നോക്കിയേ, 12 ഉണ്ട്, 6 ഉണ്ട്, ദെൻ 3 ഉണ്ട്, 9 ഉണ്ട്, 1 2 4 5 7 8 10 11. അയ്യോ, അതെങ്ങനെ ബ്ലാക്ക് വന്നു? ഓക്കെ, അപ്പം 11 വന്നു. അപ്പം ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഏത് വരയ്ക്കാം? ഞാനൊരു 2:20 ആണ് വരയ്ക്കണതെന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ ക്ലോക്കിലുള്ള ടൈം 2:20. അപ്പം നമ്മൾ എങ്ങനെ വരയ്ക്കണം? 2:20 വരയ്ക്കുമ്പോൾ നമ്മുടെ ഹവർ ഹാൻഡ് ദേ ഈ 2 ഇരിക്കും. അതേപോലെ അല്ലെങ്കിൽ നമുക്കൊരു 2:25 ആക്കാം. അതേപോലെ മിനിറ്റ് ഹാൻഡ് ദേ ഈ 5 അപ്പം ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾ ഏത് ആംഗിൾ ആയിരിക്കും? ഏത് ആംഗിളാണ് നമുക്ക് നോക്കി തന്നെ അറിയാലേ. <90 ആണ് മിസ്. അതും അക്യൂട്ട് ആംഗിൾ തന്നെ. അപ്പം ഇത് എന്ത് ആംഗിൾ ആണ്? ഇതും അക്യൂട്ട് ആംഗിൾ ആണ്. കണ്ടോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പിക്സ്. അപ്പം മക്കളെ, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഈ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് നമ്മുടെ മെഷർമെൻറ്റ്സ് ആയിരുന്നു അല്ലേ? നമ്മുടെ ലെങ്ത്തും അതേപോലെ വെയിറ്റും കപ്പാസിറ്റിയും ഒക്കെ മെഷർ ചെയ്യണത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതേപോലെ അതിൻ്റെ യൂണിറ്റ്സും കൺവേർഷൻസും പഠിച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ നമ്മുടെ ഗ്രാഫിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഗ്രാഫ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പാരഗ്രാഫും ടാലിയും പഠിച്ചു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ അൽജബ്ര, നമ്മുടെ എക്സ്പ്രഷനും അതേപോലെ ഇക്വേഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഇങ്ങനെ വന്ന് നമ്മൾ നമ്മുടെ ഷേപ്സിലെത്തി. റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും ട്രയാങ്കിളിൻ്റെയും സർക്കിളിൻ്റെയും എല്ലാവരുടെ കാര്യവും പറഞ്ഞു. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലുള്ളത്. എൻ്റെ കുട്ടികളെ ഈ വീഡിയോസൊക്കെ നന്നായിട്ട് കണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല ക്വസ്റ്റ്യൻസ് ചെയ്ത് എന്ത് ചെയ്യുക, അങ്ങോട്ട് പെർഫെക്റ്റ് ആക്കുക. പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങോട്ട് പെർഫെക്റ്റ് ആക്കുക. സ്പീഡൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മിടുക്കന്മാരായിട്ട് എക്സാം എല്ലാവരും ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.